ഹലോ, ഞാൻ വസന്തറാണി. ഇപ്പം എൻ്റെ കഞ്ഞിക്കടയിലെ ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇന്ന് നമ്മൾ കഞ്ഞിക്കെന്ന് പറഞ്ഞാൽ പയർ ഒഴിവാക്കാൻ പറ്റാത്തതാണെന്നാണ് കരുതുന്നത്. അപ്പോൾ പയറിൻ്റെ കൂടെ കുറച്ച് കപ്പളങ്ങ കിട്ടിയ കപ്പളങ്ങയും കൂടെ അരിഞ്ഞ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കപ്പളങ്ങയും പയറും തോരനായിട്ട് വെക്കും. പിന്നെ അച്ചിങ്ങ മെഴുക്ക് വരട്ടി. മറ്റുള്ള സാധനങ്ങളെല്ലാം വില കൂടുതലാണ്. പിന്നെ അമ്മ കുറച്ച് മാങ്ങാപ്പഴം തന്നു വിട്ടു, നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ്. അതും നമുക്ക് കറി വെക്കാം. തൈരൊഴിച്ച് പുളിശ്ശേരിയായിട്ട് വെക്കാമെന്ന് ഓർക്കുന്നു. അച്ചിങ്ങ മെഴുക്ക് വരട്ടിക്ക് വേണ്ടി സബോള, പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പിലയൊക്കെ അരിഞ്ഞിടുകയാണ്. പിന്നെ മാങ്ങാപ്പഴം തൊലി കളയാൻ തോന്നുന്നില്ല, അത്ര നല്ല മാങ്ങാപ്പഴമാണ്. തൊലി ഞാനിതേ മാറ്റി വെച്ചിട്ടുണ്ട്, പിന്നെ പെറുക്കി തിന്നാമെന്ന് ഓർത്ത് അരിഞ്ഞ് എടുത്ത് വെച്ചു. ഗ്യാസ് കിട്ടാൻ പാടായതുകൊണ്ട് നമ്മൾ കുറ്റിയെടുപ്പിൽ, അറക്കപ്പൊടി നിറച്ച കുറ്റിയെടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. കത്തിച്ച് കഴിഞ്ഞാൽ നല്ല തീയാണ്. നമുക്കപ്പോൾ ആദ്യം അച്ചിങ്ങ മെഴുക്ക് വരട്ടി വെക്കാം. അപ്പുറത്തെ മീൻ കടയിൽ നിന്ന് ഞാൻ ഫായ്ക്കുട്ടൻ വിളിക്കുന്ന ഫായ് മീനുമായിട്ട് വരുന്നുണ്ട്. അനുവാണ് മീനെല്ലാം വറക്കുന്നത്. താമസിച്ചതിന് എന്തൊക്കെ പരാതി പറയുന്നുണ്ട്. ഫായ്ക്കുട്ടന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ഇന്ന് കൊഴുവായാണ് കൊണ്ടുവന്നത്, അതിന് വറുത്തെടുക്കണം. വീട്ടിൽ നിന്ന് കുറച്ച് കാന്താരിമുളക് പറിച്ചുകൊണ്ട് വന്നിരുന്നു. അത് നമുക്ക് തേങ്ങയും ജീരകവും ഉള്ളി എല്ലാം കൂടെ കൂട്ടി അരച്ച് മാമ്പഴപ്പുളിശ്ശേരിക്ക് ചേർക്കാം. 12:30 ആയപ്പോൾ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. മുളക് ചമ്മന്തി, മീൻ വറുത്തത്, സാമ്പാർ, മെഴുക്ക് പുരട്ടി, മോര്, അച്ചാറ്, പപ്പടം, മാമ്പഴം പുളിശ്ശേരി അടിപൊളിയായിരുന്നു. കുറച്ച് കൂട്ടി നോക്കി, നല്ല അടിപൊളി. തൈരൊഴിച്ച് വെച്ചത് കൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. ആവശ്യക്കാർക്ക് കുറച്ച് മീൻ ചാറും കൂടെ കരുതിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സ്വാഗതം.